ഇന്ന് താന്തിയ തോപ്പി ബലിദാന ദിനം. ഭാരത സ്വാതന്ത്ര്യ സമര സേനാനിയും 1857 സ്വാതന്ത്ര്യ സമരത്തിലെ നേതാവുമായിരുന്നു രാമചന്ദ്ര പാണ്ഡുരംഗ് തോപ്പെ എന്ന താന്തിയ തോപ്പി. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ യോല എന്ന സ്ഥലത്ത് പാണ്ഡുരംഗ് ഭട്ട് റാവു തോപ്പയുടെയും രുക്മാഭായിയുടെയും ഏകമകനായി 1814 ജനിച്ചു. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നായിരുന്നു ശരിയായ പേര്. പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്ന നാനാ സാഹിബിന്റെ അടുത്ത സുഹൃത്തായിരുന്നു താന്തിയ തോപ്പെ. 1851 പേഷ്വാ ബാജിറാവുവിന്റെ മരണശേഷം നാനാ സാഹിബ് അധികാരമേറ്റെടുത്തപ്പോൾ താന്തിയ തോപ്പയെ നാനാ സാഹിബിന്റെ കൊട്ടാരത്തിലെ ഒരു സുപ്രധാന പദവിയിൽ നിയമിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാനാ സാഹിബിന് പെൻഷൻ നിഷേധിച്ചപ്പോൾ തോപ്പയും ഒരു കറതീർന്ന ബ്രിട്ടീഷ് വിരോധിയായി മാറി. കാൺപൂർ ബ്രിട്ടീഷ് പട്ടാളം കീഴടക്കിയതോടെ നാനാ സാഹിബ് കാൺപൂരിൽ നിന്ന് ബിധൂരിലേക്ക് പലായനം ചെയ്തു. അവശേഷിക്കുന്ന സൈന്യത്തിന്റെ നേതൃത്വം സ്വയം ഏറ്റെടുത്ത് താന്തിയ തോപ്പെ ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും കാൺപൂർ പിടിച്ചെടുക്കാൻ പുറപ്പെട്ടു. ഭാഗികമായി അവർ കാൺപൂർ കീഴടക്കിയെങ്കിലും രണ്ടാം കാൺപൂർ യുദ്ധത്തിൽ താന്തിയ തോപ്പയുടെ സേന ജനറൽ കോളിൻ ക്യാമ്പലിന്റെ മുന്നിൽ പരാജയപ്പെട്ടു. 1858 ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഝാൻസി റാണി തന്റെ സഹായത്തിന് താന്തിയ തോപ്പയോട് ആവശ്യപ്പെട്ടു. യുദ്ധനിപുണയായിരുന്നെങ്കിലും ബ്രിട്ടീഷുകാരോട് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ അവർക്കാവുമായിരുന്നില്ല. 20,000-ഓളം വരുന്ന സൈന്യവുമായി താന്തിയ തോപ്പെ റാണിയുടെ സഹായത്തിനെത്തിയെങ്കിലും ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് നാനാ സാഹിബിന്റെ അനന്തരവനായ റാവു സാഹിബിനൊപ്പം ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. 1859 ജയ്പൂരിലെത്തുകയും നൻവാറിലെ രാജാവായ മാൻസിംഗിന്റെ കൊട്ടാരത്തിൽ ഒളിവിൽ കഴിയുകയും ചെയ്തു. എന്നാൽ മാൻസിംഗ് താന്തിയ തോപ്പയെ ഒറ്റുകൊടുത്തു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന തോപ്പയെ റിച്ചാർഡ് ജോൺ മിഡ്സിന്റെ നേതൃത്വത്തിലുള്ള സേന കൊട്ടാരം വളഞ്ഞ് പിടികൂടി. 1859 ഏപ്രിൽ 18 താന്തിയ തോപ്പയെ ബ്രിട്ടീഷ് പട്ടാളം തൂക്കിലേറ്റി.